നമസ്കാരം. ദേവസേനയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 38 ഏവർക്കും സ്വാഗതം. ഇപ്രകാരം നാഗപത്നിമാർ സമ്യമാകും വണ്ണം സ്തുതിച്ചപ്പോൾ ദയാസാഗരൻ തലകളെല്ലാം ചതഞ്ഞ് മൂർച്ഛിതാവസ്ഥയിലെത്തിയ കാളിയന്റെ ശിരസിൽ നിന്നും ഇറങ്ങി. കാളിയന് സാവധാനത്തിൽ പ്രാണൻ തിരിച്ചു കിട്ടി. വളരെ പ്രയാസപ്പെട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തു തുടങ്ങി. സംസാരിക്കാറായപ്പോൾ അതിദൈന്യതയോടുകൂടി അഞ്ജലിബദ്ധനായി ഭഗവാനോട് ഉണർത്തിച്ചു. ഹേ നാഥ, തമപ്രകൃതികളായ ഞങ്ങൾ ജാത്യ ദുഷ്ടന്മാരും മഹാക്രോധികളുമാകുന്നു. ഞങ്ങളെ ഈ വിധത്തിൽ സൃഷ്ടിച്ചതും നിന്തിരുവടി തന്നെയാണല്ലോ. അവിടുത്തെ സങ്കല്പം കൂടാതെ ഞങ്ങളുടെ പ്രകൃതി സ്വഭാവം എങ്ങനെ മാറും? സർവലോക നിയന്താവായ നിന്തിരുവടിയുടെ സങ്കല്പത്തിനു മുന്നിൽ അടിയങ്ങളെല്ലാം പരാധീനരാണ്. അതിനാൽ അനുഗ്രഹമോ നിഗ്രഹമോ ഇഷ്ടം പോലെ ചെയ്താലും. കാര്യമാനുഷനായ ഭഗവാൻ അരുളി ചെയ്തു. ഹേ സർപ്പമേ, ഈ നദീജലം പ്രാണികൾക്കെല്ലാം ജീവധാരണത്തിനാവശ്യമാണ്. നീ ഇവിടെ വസിച്ച് ജലം വിഷമയമാക്കി തീർക്കരുത്. അതിനാൽ കുടുംബസമേതം രമണക ദ്വീപിലേക്ക് പോയിക്കൊള്ളുക. ഞാൻ നിങ്ങളെ അനുശാസിച്ച ഈ കഥയെ 2 സന്ധ്യകളിലും സ്മരിക്കുന്നവർക്ക് സർപ്പജാതികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുന്നതല്ല. ഞാൻ ക്രീഡിച്ച ഈ ഹൃദത്തിൽ സ്നാനം ചെയ്ത് ദേവ പിതൃതർപ്പണം ചെയ്യുകയും എന്നെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനാകും. ഗരുഡനെ പേടിച്ചാണല്ലോ നീ രമണകത്തിൽ നിന്നും ഇവിടെ വന്നത്. നിന്റെ ശിരസിൽ എന്റെ പാദമുദ്ര പതിഞ്ഞതിനാൽ ഇനി ഗരുഡഭയം ഉണ്ടാകുന്നതല്ല. ഭഗവാന്റെ അരുളപ്പാട് കേട്ട് ആശ്വസ്തരായ കാളിയനും പത്നിമാരും അവർക്കു മാത്രം ലഭ്യമായ ദിവ്യവസ്ത്രാഭരണാദികളും ദിവ്യഗന്ധങ്ങളും വിശേഷമായ നീലത്താമര പൂമാലയും സാദരം പ്രഭുവിന് സമർപ്പിച്ചു പൂജിച്ച് പ്രസാദിപ്പിച്ചു. അനന്തരം പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചിട്ട് കാളിയൻ ഉണ്ണികൃഷ്ണനെ തന്റെ മസ്തകത്തിൽ വഹിച്ച് കരയിലെത്തിച്ചിട്ട് വീണ്ടും മടങ്ങി കുടുംബസമേതം രമണക ദ്വീപിലേക്കു പോയി. ശ്രീകൃഷ്ണാനുഗ്രഹത്താൽ അന്നു മുതൽ യമുനാജലം വിഷസംബന്ധം നീങ്ങി പരിശുദ്ധമായി അമൃതം പോലെ പ്രാണികൾക്ക് ആസ്വാദ്യമായി ഭവിച്ചു. കാളിയന്റെ പൂർവകഥ. സർപ്പങ്ങളെ ഗരുഡന്റെ ഭക്ഷണമായി ഈശ്വരൻ നിശ്ചയിച്ചതാണ്. ഗരുഡൻ അവയെ കണക്കില്ലാതെ കൊന്നു തുടങ്ങിയപ്പോൾ അവർ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ഇരു കൂട്ടരുടെയും സങ്കട നിവൃത്തിക്കായി സർപ്പങ്ങൾ കറുത്ത വാവുതോറും ഗരുഡന് ഭക്ഷ്യയോഗ്യമായ ഒരു ബലി വൃക്ഷമൂലത്തിൽ വെച്ചു കൊടുക്കണമെന്നും ഗരുഡൻ അത് ഭക്ഷിച്ച് തൃപ്തിപ്പെടണമെന്നും ബ്രഹ്മാവ് നിശ്ചയിച്ചു. അത് 2 കൂട്ടരും അനുസരിച്ചു. എന്നാൽ അഹങ്കാരിയായ കാളിയൻ മാത്രം തന്റെ ഓഹരി കൊടുത്തില്ലെന്ന് മാത്രമല്ല, മറ്റ് സർപ്പങ്ങൾ കൊടുത്തതും അവൻ ധിക്കാരമായെടുത്ത് ഭക്ഷിച്ചു. വൈനതേയൻ, അതായത് ഗരുഡൻ, അതറിഞ്ഞ് കാദ്രവേയൻ അല്ലെങ്കിൽ കാളിയനെ കൊല്ലാനായിട്ട് ചിറകുകൾ കൊണ്ട് അവന് നല്ല പ്രഹരം കൊടുത്തു. പ്രഹരമേറ്റ് പരവശനായ കാളിയൻ പ്രാണരക്ഷാർത്ഥം യമുനയിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അവിടെ ഗരുഡന് പ്രവേശിക്കാൻ സാധ്യമല്ല. അതിന്റെ കാരണം ഗരുഡൻ കാളിന്തിയിൽ നിന്ന് മത്സ്യങ്ങളെ തെരുതെരെ ഭക്ഷിക്കുന്നത് ജലത്തിനുള്ളിലിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്ന സൗരഭി മഹർഷി കണ്ടു. മഹർഷി വിരോധിച്ചിട്ടും ഗരുഡൻ കൂട്ടാക്കിയില്ല. അപ്പോൾ മത്സ്യങ്ങളിൽ ദയവ് തോന്നിയ മഹർഷി, ഇനിമേൽ ഗരുഡൻ ഇവിടെ വന്ന് മത്സ്യങ്ങളെ ഭക്ഷിച്ചാൽ തൽക്ഷണം മരിക്കട്ടെ എന്ന് ശപിച്ചു. ഈ വസ്തുത കാളിയൻ മാത്രം അറിഞ്ഞിരുന്നു. അതിനാലാണ് കാളിയൻ അവിടെ വന്നു കൂടിയത്. കാളിയനെ പറഞ്ഞയച്ചിട്ട് ഭഗവാൻ ദിവ്യവസ്ത്രം ധരിച്ച് ദിവ്യഗന്ധമാല്യങ്ങളും സ്വർണാഭരണങ്ങളും രത്നാഭരണങ്ങളും അണിഞ്ഞ് സുഹൃത്തുക്കളുടെ അടുക്കിലേക്ക് എഴുന്നള്ളി. വ്രജവാസികൾ എല്ലാവരും അതേവരെ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് നദീമധ്യത്തിൽ നടന്നതെല്ലാം കണ്ണിമയ്ക്കാതെ നോക്കി അത്യുത്കണ്ഠാകുലരായി നിൽക്കുകയായിരുന്നു. പ്രിയനെ സുരക്ഷിതനായി തിരികെ കിട്ടിയപ്പോൾ അവരുടെ ആശ്വാസവും സന്തോഷവും എന്തു പറയട്ടെ. ദേഹം വിട്ടുപോയ പ്രാണൻ തിരിച്ചു കിട്ടിയാലെന്ന പോലെ അവർ ആഹ്ലാദഭരിതരായി കണ്ണനെ പ്രേമാലിംഗനം ചെയ്തു. സർപ്പസ്പർശമേറ്റ കണ്ണനുണ്ണി
അന്നു രാത്രി ഉപവസിക്കട്ടെ എന്ന് നിശ്ചയിച്ച് വ്രജവാസികൾ തങ്ങളും നിരാഹാരരായി നദീതീരത്ത് തന്നെ രാത്രി കഴിച്ചുകൂട്ടി. അർദ്ധരാത്രിയിൽ എല്ലാവരും ക്ഷീണിച്ച് ഗാഠനിദ്രയിലായിരുന്നപ്പോൾ ആ പ്രദേശമെല്ലാം കാട്ടുതീ പടർന്നു പിടിച്ചു. എല്ലാവരും ഞെട്ടി എഴുന്നേറ്റ് സംഭ്രാന്തരായി, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ഈ ഘോരമായ ദാവാഗ്നിയിൽ നിന്ന് സ്വജനങ്ങളായ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു. അനന്യശക്തിമാനായ പ്രഭു ഘോര ദാവാഗ്നിയെ പാനം ചെയ്ത് അവരെ രക്ഷിച്ചു. നന്ദി, നമസ്കാരം.